ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസിൽ ഒരു 25 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് റേഷ്യോ അനാലിസിസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് പറയുന്നത് റേഷ്യോ. എന്താണ് റേഷ്യോ? വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ, അതാണ് റേഷ്യോ. അതായത് ഒരു നമ്പറെ വേറൊരു നമ്പർ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ന്യൂമറിക്കൽ റിലേഷൻഷിപ്പിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ ഈസ് ഫൗണ്ടഡ് ബൈ വൺ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ അനദർ നമ്പർ. റേഷ്യോ എങ്ങനെയാണ് കാണുന്നത്? ഒരു നമ്പറെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. ഇറ്റ് ഈസ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. റേഷ്യോ ഈസ് ഫൗണ്ടഡ് ബൈ വൺ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ അനദർ നമ്പർ. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് റേഷ്യോ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് റേഷ്യോ അനാലിസിസ്. എന്താണ് റേഷ്യോ അനാലിസിസ്? ആൻ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോ ഈസ് ടേംഡ് ആസ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോയുടെ ഹെൽപ്പോടുകൂടി അനലൈസ് ചെയ്യുന്ന രീതിയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. To interpret financial statements for studying the financial position and performance of enterprise. എന്തിനാണ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ടു ഇൻ്റർപ്രറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ആ എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും പെർഫോമൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. So, ratio analysis and analysis of financial statement with the help of ratio is termed as ratio analysis. To interpret financial statement for studying the financial position and performance of enterprise. ഇത്രയൊക്കെയാണ് റേഷ്യോ അനാലിസിസിനെ പറ്റിയിട്ട് ഏറ്റവും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ ആണ്. 3 ടൈപ്പുള്ള ക്ലാസിഫിക്കേഷനാണ് എ, ബി, സി. ഫസ്റ്റ് വൺ എ, അക്കോർഡിംഗ് ടു accounting statements or structural classification. B, according to importance. C, classification according to nature and function. 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ എ, അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. അതിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് റേഷ്യോ, സി, കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ. അപ്പോൾ അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ 3 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോ ആണ്. ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റ് മാത്രമല്ല അസറ്റ്സും ലയബിലിറ്റീസും യൂസ് ചെയ്തുകൊണ്ട് റേഷ്യോ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ബാലൻസ് ഷീറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് റേഷ്യോന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കറണ്ട് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോസ് ഒക്കെ ബാലൻസ് ഷീറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോന് എക്സാമ്പിളാണ്. സെക്കൻഡ് വൺ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ. ഇത് നമ്മളിവിടെ എന്താണെന്ന് ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വേറെ റേഷ്യോസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇത് നമ്മൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക, അത്ര തന്നെ. സെക്കൻഡ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റും ലോസും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ. ഇതിൽ വരുന്ന എക്സാമ്പിൾസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോയ്ക്ക് എക്സാമ്പിൾസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെയാണ്. ഇനി മൂന്നാമത് വരുന്നത് ബാലൻസ് ഷീറ്റ് റേഷ്യോയുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോൻ്റെയും കോമ്പിനേഷനാണ്, അതായത് കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇതിന് എക്സാമ്പിൾസ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയും സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയും. ഒട്ടനവധി റേഷ്യോസ് ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പഠിക്കുമ്പോൾ കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ, സി, കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ.
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്. അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസിന് അനുസരിച്ച് റേഷ്യോനെ പ്രൈമറി റേഷ്യോ എന്നും സെക്കൻഡറി റേഷ്യോ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് മെഷർ ചെയ്യുന്നത് പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെയാണ് പ്രൈമറി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റബിലിറ്റി കണക്കാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇതിന് എക്സാമ്പിൾസാണ് പ്രോഫിറ്റ് ടു സെയിൽസ് റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ. ഇത്തരത്തിലുള്ള റേഷ്യോയിലൂടെ എന്താ നമ്മൾ പഠിക്കുന്നത്, പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുമ്പോൾ സെയിൽസിലൂടെ ആ എൻ്റർപ്രൈസിന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സെക്കൻഡറി റേഷ്യോ. സെക്കൻഡറി റേഷ്യോ എന്തിനാണ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ പ്രൈമറി റേഷ്യോ. പ്രൈമറി റേഷ്യോനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് സെക്കൻഡറി റേഷ്യോ. സെക്കൻഡറി റേഷ്യോന് എക്സാമ്പിളാണ് പ്രോഫിറ്റ് ആൻഡ് ഏർണിംഗ് റേഷ്യോ, കോസ്റ്റ് ഓർ എക്സ്പെൻസ് റേഷ്യോ. എക്സാമ്പിൾസ് പ്രോഫിറ്റ് ആൻഡ് ഏർണിംഗ് റേഷ്യോ, കോസ്റ്റ് ഓർ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസിനനുസരിച്ച് റേഷ്യോനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, പ്രൈമറി റേഷ്യോ ആൻഡ് സെക്കൻഡറി റേഷ്യോ. തേർഡ് ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ഫങ്ഷൻ. അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ 5 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് 1 ലിക്വിഡിറ്റി റേഷ്യോ, 2 സോൾവൻസി റേഷ്യോ, 3 പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, 4 ടേൺ ഓവർ റേഷ്യോ, 5 മാർക്കറ്റ് വാല്യൂ റേഷ്യോ. ജനറലി ആക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത് ഈ അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ഫങ്ഷൻ ഈ 5 ക്ലാസിഫിക്കേഷൻസ് ആണ്. കാരണം ഇതിൽ എന്തുകൊണ്ടാണ് ഇതിന് ജനറലി ആക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ, ഈ C ടൈപ്പ് ക്ലാസിഫിക്കേഷന് ജനറലി ആക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ 5 റേഷ്യോസ് ആണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും കൂടുതലായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസ്. ഇതാണ് മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് ജനറലി ആക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, മാർക്കറ്റ് വാല്യൂ റേഷ്യോ. ഇനി നമ്മൾ കൂടുതലായിട്ടും ഈ റേഷ്യോസിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഈ 5 എണ്ണമാണ്. ഇനി ഇതിലും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കാരണം ഇതാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 5 ടൈപ്സ്: ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, മാർക്കറ്റ് വാല്യൂ റേഷ്യോ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല, ഞാൻ വായിച്ചു തരാം. ഫസ്റ്റ് 1 ലിക്വിഡിറ്റി റേഷ്യോയിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്: കറൻറ്റ് റേഷ്യോ ആൻഡ് ക്യുക്ക് റേഷ്യോ. കറൻറ്റ് റേഷ്യോയും ക്യുക്ക് റേഷ്യോയും. സെക്കൻഡ് 1 സോൾവൻസി റേഷ്യോ. അതിൽ ഫസ്റ്റ് 1 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, സെക്കൻഡ് 1 ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, തേർഡ് 1 പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോൻ്റെ അകത്ത് വരുന്നത് ഫസ്റ്റ് 1 ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, സെക്കൻഡ് 1 നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, തേർഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഫോർത്ത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. 4 ടേൺ ഓവർ റേഷ്യോ. അതിൽ വരുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ, റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ഫിഫ്ത്ത് 1 മാർക്കറ്റ് വാല്യൂ റേഷ്യോ. അതിനകത്ത് വരുന്നത് PE റേഷ്യോ, ഏർണിംഗ് പെർ റേഷ്യോ, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. ഒരിക്കൽ കൂടെ വായിക്കാം. ലിക്വിഡിറ്റി റേഷ്യോയിൽ കറൻറ്റ് റേഷ്യോ ആൻഡ് ക്യുക്ക് റേഷ്യോ. സോൾവൻസി റേഷ്യോയിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ടേൺ ഓവർ റേഷ്യോനകത്ത് വരുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ, റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ലാസ്റ്റ് 1 മാർക്കറ്റ് വാല്യൂ റേഷ്യോസിനകത്ത് വരുന്നത് PE റേഷ്യോ, ഏർണിംഗ് പെർ ഷെയറും, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ തേർഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ഫങ്ഷൻസിനകത്ത് വരുന്നത്. അതിൽ നമ്മൾ കൂടുതലായും പഠിക്കുന്നത് ഈ ഫസ്റ്റ് 4 എണ്ണമാണ്. ഈ മാർക്കറ്റ് വാല്യൂ റേഷ്യോ അതിനെപ്പറ്റി നമ്മൾ അധികം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡാഷ്. ഓപ്ഷൻ എ ക്യാപിറ്റൽ ബോറോവ്ഡ് ഫ്രം ദ ബാങ്ക്സ്, ബി ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്, സി ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്, ആൻഡ് ഡി ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്. Next one, which of the following transaction will improve the current ratio? Option A purchase of goods for cash, B payment to trade payables, C credit purchase of goods, C
Let D. Cash collected from trade receivables. Which of the following transaction will improve the current ratio? Option A. Purchase of goods for cash. B. Payment to trade payables. C. Credit purchase of goods. D. Cash collected from trade receivables. താഴെ പറയുന്നവയിൽ ഏതാണ് കറണ്ട് റേഷ്യോനെ ഇംപ്രൂവ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് പേയ്മെൻറ്റ് ടു ട്രേഡ് പേയബിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഓഫ് എ ബിസിനസ് ഫേംസ് ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു സാറ്റിസ്ഫൈ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആസ് ദേ ബിക്കം ഡ്യൂ. ഓപ്ഷൻ എ ലിക്വിഡിറ്റി, ബി ഡെപ്റ്റ്, സി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡി ആക്ടിവിറ്റി. ആൻസർ ഓപ്ഷൻ എ ലിക്വിഡിറ്റി. ദ ലിക്വിഡിറ്റി ഓഫ് എ ബിസിനസ് ഫേം ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു സാറ്റിസ്ഫൈ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആസ് ദേ ബിക്കം ഡ്യൂ. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കഴിവിനെയാണ് എന്താണ് പറയുന്നത്? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കഴിവിനെ മെഷർ ചെയ്യാവുന്ന ഒരു റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. കറണ്ട് റേഷ്യോ ഈസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ. കറണ്ട് റേഷ്യോ ആദ്യമായിട്ട് യൂസ് ചെയ്ത വർഷമാണ്. ഓപ്ഷൻ എ 1981, ബി 1982, സി 1984, ഡി 1986. ആൻസർ ഓപ്ഷൻ എ 1981. കറണ്ട് അസറ്റ് ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയ വർഷം 1981. ഐഡിയൽ കറണ്ട് റേഷ്യോ ഷുഡ് ബി ഓപ്ഷൻ എ 2:2, ബി 2:1, സി 1:1, ഡി 1:3. കറണ്ട് റേഷ്യോ 2:1 ആണ്. കറണ്ട് റേഷ്യോ അതെ, കറണ്ട് അസറ്റ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റി അല്ലേ? കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കറണ്ട് റേഷ്യോ. ഇപ്പോൾ 2:1 ആണ്. ഡാഷ് cannot be included in quick asset because it is not easily and readily convertible into cash. ആൻസർ സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് cannot be included in quick asset because it is not easily and readily convertible into cash. അതായത് സ്റ്റോക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്വിക്ക് അസറ്റിൽ നിന്നും സ്റ്റോക്കിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കറണ്ട് അസറ്റാണ്, പക്ഷേ ക്വിക്ക് അസറ്റിൽ വരില്ല. അതുപോലെ തന്നെ ക്വിക്ക് ലയബിലിറ്റീസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇതിപ്പോൾ ക്വിക്ക് അസറ്റിൽ ഉൾപ്പെടുത്താത്ത ഐറ്റം സ്റ്റോക്കും, അതുപോലെ തന്നെ ക്വിക്ക് ലയബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. Operating ratio is dash. Option A cost of production plus operating expenses by net revenue from operation. B cost of revenue from operation plus operating expense by net revenue from operation. C cost of production by net revenue from operation. D cost of revenue from operation plus selling expenses by net revenue from operation. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ദ ഐഡിയൽ ലെവൽ ഓഫ് ലിക്വിഡിറ്റി റേഷ്യോ 1:1. ലിക്വിഡിറ്റി റേഷ്യോയുടെ ഐഡിയൽ റേഷ്യോ എന്നറിയപ്പെടുന്നത് 1:1 ആണ്. Current ratio is also known as working capital ratio. Which of the following ratio measure the short-term solvency? Option A liquidity ratio, B solvency ratio, C activity ratio and D profitability ratio. Answer A ആണ് ലിക്വിഡിറ്റി റേഷ്യോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ? ആൻസർ ഓപ്ഷൻ എ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഓൾസോ ടേംഡ് ആസ് ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, സി ഗ്രോസ് മാർജിൻ റേഷ്യോ ആൻഡ് ഡി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ആൻസർ സി ഗ്രോസ് മാർജിൻ റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് gross margin ratio. Next question, net profit ratio calculated by net profit after interest and tax by net profit ratio calculated by net profit after interest and tax by option A cost of goods sold, B net sales, C net purchase and D none of the above. Answer B net sales. Net profit ratio calculated by net profit after interest and tax by net sales. Thank you.